ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ഒരു സെറ്റ് പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുതലേ ചിന്തിച്ചതാണ് ഒരു ടുലിപ്പ് ഫ്ലവർ ഉണ്ടാക്കണം എന്നുള്ളത്. സംഗതി ഭയങ്കര സിമ്പിളുമാണ്, ക്യൂട്ടുമാണ്. വെറും 3 ചുറ്റിലുകൊണ്ട് തന്നെ ഒരു പെറ്റൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞാനിട്ട വീഡിയോയ്ക്ക് എനിക്ക് 1K വ്യൂസ് വന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ പിന്നീട് 1-2 വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവായിരുന്നു. ശരിയായിക്കോളൂ അല്ലേ. ഇപ്പം നമ്മൾ മൊത്തത്തിൽ 5 പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തു. ഇനി അത് ഒന്നിന് മേലെ ഒന്നായിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് സ്റ്റെം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഗ്രീൻ പൈപ്പ് ലൈനർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഈ പൈപ്പ് ലൈനർ വാങ്ങി കൈ കിട്ടുന്നത് വരെ ഇതെന്താണ് സാധനം, എങ്ങനെ ഇരിക്കും, ഇതുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്താലൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇത് കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഇത് അടിപൊളി സാധനമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നേരിയ കമ്പി ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ വളച്ചെടുക്കാം. ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പെറ്റൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫും ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 3 മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും കൊടുത്താൽ ഇല റെഡിയായി. ഒരു ടുലി ഫ്ലവറിന് 2 ഇല എന്നാണല്ലോ കണക്ക്. അങ്ങനെ നമ്മുടെ 2 ഇലയും റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ഫ്ലവറിനെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലവറിനൊരു പോട്ട് ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ കയ്യിൽ ക്ലേ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ക്ലേ വെച്ചിട്ടാണ് പോട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടോ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടോ ചെയ്യാം. പക്ഷേ ക്ലേ വെച്ച് ചെയ്യുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് പണി കഴിയും കേട്ടോ. വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഫ്ലവറും പോട്ടും ഉണ്ടാക്കി കഴിയും. അത്രയ്ക്ക് സിമ്പിളാണ്. എനിക്ക് പിന്നെയും കുറച്ച് സമയം എടുത്തത് ഈ പോട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണ്. വലിയ ഷേപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ വെയ്റ്റ്ലെസ് ആയി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മെറ്റൽ പെറുക്കി. മെറ്റലിന് വേറെ സാധാരണ കല്ലായാലും മതി. എനിക്കൊരു മെറ്റൽ ഉള്ളതുകൊണ്ട് ഞാൻ മെറ്റൽ. ഇനി നമ്മുടെ ടുലിപ്പ് ഫ്ലവർ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് വീണ്ടും ക്ലേയുടെ ഒരു ബോൾ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. ഇനി ടിഷ്യൂ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ പോട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തോ. അതിനുശേഷം നമ്മുടെ ബേസിലേക്ക് ഇതേ ചെടി നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫൈനലൊക്കെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആണ് കേട്ടോ. സാധനം അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. ടാറ്റാ.